ഹലോ എവരി വൺ വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ കൺട്രോൾ സിസ്റ്റത്തിൽ സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ് ടോപ്പിക് ഉണ്ട്. അതിൽ സൊല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഇക്വേഷൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ്റെ എക്സാമ്പിളോട് കൂടി അത് എക്സ്പ്ലെയിൻ ചെയ്യും. സൊല്യൂഷൻ മീൻസ് നമുക്ക് സ്റ്റേറ്റ് ഇക്വേഷൻസ് അറിയാം. എക്സ് ഡോട്ട് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി യു, വൈ ഈക്വൽ ടു സി എക്സ് പ്ലസ് ഡി യു. അപ്പോൾ ഈ എക്സ് ഒരു വെക്ടറായിട്ട് വരും. ഓക്കെ, അപ്പോൾ ആ എക്സിൽ നമ്മൾ ടൈമിൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് എക്സ് വൺ ഓഫ് ടി, എക്സ് ടു ഓഫ് ടി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനെയാണ് വി കോൾഡ് ആസ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഏതാണ്, ഗിവൺ എ ഈക്വൽ ടു ഒരു 2/2 മെട്രിക്സ് തന്നിട്ടുണ്ട്. ഓൾസോ ഇനിഷ്യൽ കണ്ടീഷൻസ് ആർ എക്സ് വൺ ഓഫ് 0 ഈക്വൽ ടു 1 ആൻഡ് എക്സ് ടു ഓഫ് 0 ഈക്വൽ ടു -1. ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവൺ -1 0 0 -2. ഓക്കെ, ഇത് നമ്മൾ കാനോണിക്കൽ ഫോം ആണ്, അതാണ് ഡയഗണൽ എലമെന്റ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ 2/2 മെട്രിക്സ്. അപ്പോൾ നമ്മൾ ഇവിടെ എക്സ് ഡോട്ട് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി യു എഴുതുമ്പോഴത്തേക്ക് എക്സ് എന്തായിരിക്കും വരുന്നത്, എക്സ് വൺ ഓഫ് ടി, എക്സ് ടു ഓഫ് ടി. ഓക്കെ, അപ്പോൾ ഈ എക്സ് വൺ ഓഫ് ടി, എക്സ് ടു ഓഫ് ടി വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2/2 മെട്രിക്സ് ആയതുകൊണ്ട് എന്തൊക്കെയായിരിക്കും, എക്സ് വൺ ഓഫ് ടിയും എക്സ് ടു ഓഫ് ടി ആയിരിക്കും. സപ്പോസ് 3/3 ആയിരുന്നെങ്കിൽ എക്സ് വൺ ഓഫ് ടി, എക്സ് ടു ഓഫ് 3, എക്സ് ത്രീ ഓഫ് ടി എന്നാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇനിഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. എക്സ് വൺ ഓഫ് 0 ഈക്വൽ ടു 1 ആൻഡ് എക്സ് ടു ഓഫ് 0 ഈക്വൽ ടു -1. We need to find the value of x1 of t and x2 of t. സ്റ്റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, എക്സ് ഡോട്ട് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി യു ആണ്. അപ്പോൾ ഇവിടെ എ തന്നിട്ടുണ്ട്, എ എത്ര, -1 0 0 -2. അപ്പോൾ എക്സ് എന്തായിരിക്കും, എക്സ് വൺ ഓഫ് ടി, എക്സ് ടു ഓഫ് ടി പ്ലസ് ബി തന്നിട്ടില്ല, അപ്പോൾ നമുക്ക് ബി 0 ആയിട്ട് എടുക്കാം. അതുപോലെ ഈ എക്സ് ഡോട്ട് എന്തായിരിക്കും, എക്സ് വൺ ഡോട്ട് എക്സ് ടു ഡോട്ട്. അപ്പോൾ ഈ നമ്മുടെ സ്റ്റേറ്റ് ഇക്വേഷന് നമ്മൾ മെട്രിക്സ് ഫോമിൽ എഴുതി. എ ഗിവൺ ആണ്, ആ എ എഴുതി. എ 2/2 ആയതുകൊണ്ട് എക്സ് വിൽ ബി എക്സ് വൺ ഓഫ് ടി, എക്സ് ടു ഓഫ് ടി ആൻഡ് എക്സ് ഡോട്ട് വിൽ ബി എക്സ് വൺ ഡോട്ട് എക്സ് ടു ഡോട്ട്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 1 നമ്മൾ എന്താ ചെയ്തത്, അതിനെ മെട്രിക്സ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്തു. ഇവിടെ ബി ടേം തരാത്തുള്ളത് 0 ആയിട്ട് എടുത്തു. ഇനി നെക്സ്റ്റ് ഇതിന് നമുക്ക് ഇക്വേഷൻ ആയിട്ട് എഴുതിക്കൂടെ. അപ്പോൾ എന്ത് വരും, എക്സ് വൺ ഡോട്ട് ഈക്വൽ ടു -1 എക്സ് വൺ പ്ലസ് 0 എക്സ് ടു. സ്റ്റേറ്റ് വേരിയബിൾ ടൈം ഡൊമെയിനിലാണ്. അപ്പം എക്സ് വൺ ഓഫ് ടീനെ നമ്മൾ സ്റ്റേറ്റ് റെപ്രസെൻറ്റേഷനിൽ എക്സ് വൺ ആയിട്ടും അതുപോലെ എക്സ് ടു ഓഫ് ടീനെ ജസ്റ്റ് എക്സ് ടു ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എക്സ് വൺ ആൻഡ് എക്സ് ടു ഇൻ ടേംസ് ഓഫ് ടി തന്നെയാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്ത് വരും, എക്സ് വൺ ഡോട്ട് ഈക്വൽ ടു -1 എക്സ് വൺ പ്ലസ് 0 ഇൻറ്റു എക്സ് ടു. എക്സ് ടു ടീനെ എക്സ് ടു എന്നാണ് റെപ്രസെൻറ്റ് ചെയ്തത്. അതുപോലെ സെക്കൻഡ് ഇക്വേഷൻ എന്ത് വരും, എക്സ് ടു ഡോട്ട് ഈക്വൽ ടു 0 എക്സ് വൺ പ്ലസ് -2 ഇൻറ്റു എക്സ് ടു. ഓക്കെ, ഇതിൽ നിന്ന് എന്ത് കിട്ടും, എക്സ് വൺ ഡോട്ട് ഈക്വൽ ടു എക്സ് വൺ, ഇതുപോലെ എക്സ് ടു ഡോട്ട് ഈക്വൽ ടു -2 എക്സ് ടു എന്ന് കിട്ടും. നമുക്ക് കിട്ടിയത് എക്സ് വൺ ഡോട്ട് ഈക്വൽ ടു എക്സ് വൺ, ഓൾസോ എക്സ് ടു ഡോട്ട് ഈക്വൽ ടു -2 എക്സ് ടു. നമുക്കിതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, വി വിൽ ടേക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം. അപ്ലൈയിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം. ഓക്കെ, ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാണ്. എക്സ് വൺ ഡോട്ട് എന്ന് വെച്ചാൽ ഡി ബൈ ഡി ടി ഓഫ് എക്സ് വൺ ആണ്. അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ എസ് ഇൻറ്റു എക്സ് വൺ ഓഫ് എസ് വരും. ഓക്കെ, അപ്പം എക്സ് വൺ ഡോട്ടിൻ്റെ മീൻസ് ഡി ബൈ ഡി ടി ഓഫ് എക്സ് വൺ ആണ്. ഓക്കെ, അപ്പോൾ തന്നെ അങ്ങനെ എഴുതാം, ഡി ബൈ ഡി ടി ഓഫ് എക്സ് വൺ ഈക്വൽ ടു എക്സ് വൺ. ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുമ്പോഴത്തേക്ക് എസ് ഇൻറ്റു എക്സ് വൺ ഓഫ് എസ്. ഇവിടെ ഇനിഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്.
ഓക്കെ, x1 ഓഫ് സീറോയും x2 ഓഫ് സീറോയും. അപ്പോൾ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫർ എടുക്കുമ്പോഴത്തേക്ക് ഇനിഷ്യൽ കണ്ടീഷൻ കൂടെ കൺസിഡർ ചെയ്യണം. അപ്പം x1ന്റെ ഇനിഷ്യൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ മൈനസ് x1 ഓഫ് സീറോ ഈക്വൽ ടു ഈ x1 ലാപ്ലാസ് എടുക്കുമ്പോഴത്തേക്ക് എന്ത് വരും? മൈനസ് ക്യാപിറ്റൽ x1 ഓഫ് എസ് വരും. ഈ സ്റ്റെപ്പ് എങ്ങനെയാ വന്ന്? ഈ സ്റ്റെപ്പിൽ നമ്മൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഫസ്റ്റ് ഇക്വേഷന് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്തു. അപ്പോൾ x1 ഡോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് x1 ആണ്. ഇതിന് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുമ്പോഴത്തേക്ക് ഇനിഷ്യൽ കണ്ടീഷൻ ഇല്ലെങ്കിൽ എസ് ഇൻറ്റു x1 ഓഫ് എസ് വരും. അതാണ് എക്സ് ഇൻറ്റു x1 ഓഫ് എസ്. ഇവിടെ ഇനിഷ്യൽ കണ്ടീഷനോടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ x1ന്റെ ഇനിഷ്യൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ x1 ഓഫ് സീറോ മൈനസ് x1 ഓഫ് സീറോ. ഇനി x1ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കണം. x1ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താ? x1 ഓഫ് എസ്. ഇനി ഇവിടെ x1 ഓഫ് എസ് ഉണ്ട്, ഇവിടെ x1 ഓഫ് എസ് ഉണ്ട്. ഈ x1 ഓഫ് എസ് അങ്ങ് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോവാണ്. അപ്പോൾ എസ് ഇൻറ്റു x1 ഓഫ് എസ്, ഇത് ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് പ്ലസ് x1 ഓഫ് എസ് ഈക്വൽ ടു ഇത് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് x1 ഓഫ് സീറോ എന്ന് വരും. ഇതിനകത്ത് x1 ഓഫ് എസ് കോമൺ എടുക്കുക. സോ x1 ഓഫ് എസ് ഇൻറ്റു ഇവിടെ എസ് പ്ലസ് 1 ഈക്വൽ ടു x1 ഓഫ് സീറോയിൻ്റെ വാല്യൂ ഇനിഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇനിഷ്യൽ കണ്ടീഷൻ 1 ആണ്. അപ്പോൾ ഇവിടെ x1 ഓഫ് സീറോയിൻ്റെ വാല്യൂ 1 കൊടുത്തു. അപ്പോൾ x1 ഓഫ് എസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് 1 എന്ന് കിട്ടും. നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ മീൻസ് ടൈം ഡൊമൈനിൽ കിട്ടണം. അപ്പോൾ ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ x1 ഓഫ് ടി കിട്ടും. ഇതെന്താ? 1 ബൈ എസ് പ്ലസ് എ മീൻസ് ഇ റേസ് ടു മൈനസ് എ ടി ആണ്. ഇതെന്ത് വരും? ഇ റേസ് ടു മൈനസ് ടി എന്ന് വരും. നമുക്കൊരു സൊല്യൂഷൻ കിട്ടി. x1 ടി ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ടി എന്ന് കിട്ടി. ഇനി സിമിലർലി ഈ സ്റ്റെപ്പ് എവിടെ അപ്ലൈ ചെയ്യണം? നമ്മളുടെ സെക്കൻഡ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെയും x2 ഡോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് x2 ആണ്. ഓക്കെ, ഡി ബൈ ഡി ടി ഓഫ് x2 ഈക്വൽ ടു മൈനസ് ടു x2. ഇനി ഇവിടെ എന്ത് ചെയ്യണം? ലാപ്ലാസ് ട്രാൻസ്ഫോം ബോത്ത് സൈഡ്സിൽ എടുക്കണം. അപ്പം എസ് ഇൻറ്റു x2 ഓഫ് എസ് മൈനസ് ഇതിൻ്റെ ഇനിഷ്യൽ കണ്ടീഷൻ അപ്പോൾ എന്തായിരിക്കും? x2 ഓഫ് സീറോ ഈക്വൽ ടു മൈനസ് ടു x2ൻ്റെ എന്ത് വരും? x2 ഓഫ് എസ് വരും. നേരത്തെ പോലെ തന്നെ x2 ഓഫ് എസ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുവാണ്. എസ് ഇൻറ്റു x2 ഓഫ് എസ് പ്ലസ് 2 x2 ഓഫ് എസ് ഈക്വൽ ടു എന്ത് വരും? x2 ഓഫ് സീറോ വരും. ഇതിനകത്ത് x2 ഓഫ് എസ് കോമൺ എടുക്കുകയാണ്. x2 ഓഫ് എസ് ഇൻറ്റു ഇവിടെ എന്ത് വരും? എസ് പ്ലസ് 2 ഈക്വൽ ടു x2 ഓഫ് സീറോ ഇനിഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. x2 ഓഫ് സീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് 1 ആണ്. അപ്പം x2 ഓഫ് സീറോൻ്റെ വാല്യൂ മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി x2 ഓഫ് എസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 1 മൈനസ് 1 ബൈ എസ് പ്ലസ് 2 എന്ന് വരും. ഇവിടെ എന്താ വേണ്ട? നമുക്ക് ടൈം ഡൊമൈനാണ് വേണ്ട. അപ്പം ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കും. x2 ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ x2 ഓഫ് ടി ഈക്വൽ ടു ഈ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് വരും. ഇ റേസ് ടു മൈനസ് 2t എന്ന് വരും. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? x1 ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ടി ആൻഡ് x2 ഓഫ് ടി ഈക്വൽസ് മൈനസ് ഇ റേസ് ടു മൈനസ് 2t. ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഒന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മളുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗിവൺ എ തരുവാണെങ്കിൽ, അതുപോലെ ഇനിഷ്യൽ കണ്ടീഷൻ തരുവാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിരുന്നു. അപ്പോൾ ഫസ്റ്റ് എക്സ് ഡോട്ട് ഈക്വൽ ടു എക്സ് പ്ലസ് ബി എന്നാണ് നമ്മുടെ സ്റ്റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇൻപുട്ട് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം എ ഒരു 2x2 മെട്രിക്സ് ആണ്. സോ നമ്മുടെ സ്റ്റേറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് x1 x2 ആയിരിക്കും. അപ്പോൾ നോർമലി x1t x2t ടൈം ഡൊമൈനിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സ്റ്റെപ്പ് 1ൽ എന്ത് ചെയ്യും? ആ ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. കറസ്പോണ്ടിങ് x1 x2 അതുപോലെ ലെഫ്റ്റ് സൈഡിൽ x1 ഡോട്ട് x2 ഡോട്ട് വരും. ഇവിടെ ബി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും? മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും. ഓക്കെ, x1 ഡോട്ടും x2 ഡോട്ടും അത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ രണ്ട് ഇക്വേഷൻസ് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതിനകത്ത് ഫസ്റ്റ് ഇക്വേഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കും. എന്നിട്ട് ഇനിഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്, അത് അപ്ലൈ ചെയ്യും. അതിൽ നിന്ന് x1 ഓഫ് എസിൻ്റെ എക്സ്പ്രഷൻ കിട്ടും. അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് x1 ഓഫ് ടി ഒരു സൊല്യൂഷൻ കിട്ടും. ഈ സെയിം സ്റ്റെപ്സ് തന്നെ നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യും. ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കും. ഇതിൻ്റെ ഇനിഷ്യൽ കണ്ടീഷന് x2 ഓഫ് സീറോൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. x2 ഓഫ് എസ് കിട്ടും. അതിന് ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് x2 ഓഫ് ടി കിട്ടും. ഇതാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത് when A is given and initial conditions are provided.
നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബിടെക് മെഡിസിൻ.